ഹായ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് അഗെയിൻ. ഞാൻ ലതാ ജയകുമാർ, മച്ചാട് സ്വദേശി. ഇന്ന് വന്നിരിക്കുന്നത് വേറൊന്നുമല്ല, നമ്മുടെ ഒരുപാട് പേരായി എനിക്ക് കോൾ ചെയ്തിട്ടൊക്കെ ചോദിക്കുന്നു, ബ്ലഡ് പ്രഷറിന് BP കുറയ്ക്കാൻ എന്താ ചെയ്യുക, എന്താണ് BP എന്നപ്പോൾ ഞാൻ പറയാതെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. അപ്പോൾ അത് കൂടിയാലും കുഴപ്പമാണ്, കുറഞ്ഞാലും കുഴപ്പമാണ്. അതിൻ്റെ ഒരു ആവറേജ് പറയുകയാണെങ്കിൽ ഒരു 80-120 ആണെങ്കിൽ ആണ് നോർമലാണ്. അതുപോലെ തന്നെ 140-90 അങ്ങനെയൊക്കെ ആകുമ്പോൾ, അതുപോലെ തന്നെ കുറച്ച് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് ദോഷമാണ്. ഓക്കെ, അപ്പോൾ അത് എന്തായാലും ആദ്യം മനസ്സിലായല്ലോ. ഇനി കൂടുതലാണ് മിക്കവാറും പേരിൽ കാണുന്നത്. അപ്പോൾ BP കൂടുതലായി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ദോഷമുണ്ട് നമുക്ക്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, എങ്ങാനും അത് ഒരുപാട് കൂടി കഴിഞ്ഞാൽ ബ്രെയിൻ ഹാമറേജ് വരെ വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഞരമ്പ് 1-2 ആയാലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ നമുക്ക് ഒരുപാട് ഇതൊക്കെ ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ബ്രെയിനിനെ വരെ അഫക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഏത് സമയം എന്തും സംഭവിക്കാം. അപ്പോൾ നമ്മളതിനെ കുറയ്ക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ BP കൂടുതലാണെങ്കിൽ അത് കുറയ്ക്കുന്നത് എങ്ങനെയാണെന്നുള്ളതിൻ്റെ ഒറ്റമൂലി ഞാൻ പറഞ്ഞുതരാം. പക്ഷെ നമ്മൾ ആ ഒറ്റമൂലി മാത്രം നോക്കിയിരിക്കാതെ നമ്മളെ ലൈഫിൽ കുറച്ച് ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണ്, വേറൊന്നുമല്ല. അപ്പോൾ അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഒബ്വിയസ്ലി എക്സസൈസ് ചെയ്യുക, രാവിലെ അതുപോലെ ഇഷ്ടംപോലെ വെള്ളം കുടിക്കുക. ഒരു അരമണിക്കൂർ തൊട്ടൊരു 40-45 മിനിറ്റ്സ് വരെ നമുക്കൊന്ന് നടക്കാൻ, എല്ലാവരും നടക്കുന്നുണ്ടാവും. ഞാൻ ഇവിടുന്ന് കടയിൽ പോകുന്നതൊക്കെ ഞാൻ നടന്നിട്ടല്ലേ, അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നത് നടന്നിട്ടല്ലേ എന്നൊക്കെ പറയുന്നവരുണ്ട്. പക്ഷേ ഈ സാധാരണ ഇങ്ങനെ പമ്മിയുള്ള നടക്കാതെ കാർഡിയാക് എക്സസൈസ് ആയിട്ടുള്ള ജമ്പിങ്, അല്ലെങ്കിൽ എന്താ പറയുക സൈക്ലിങ്, അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ എന്താ പറയുക ഇതൊക്കെ ചെയ്യാം നമുക്ക്. വെള്ളിച്ചാട്ടം ചാടുക, അങ്ങനെയുള്ളതൊക്കെ ചെയ്യാം. അതല്ലെങ്കിൽ സ്റ്റെപ്പ് കയറി ഇറങ്ങുക. അപ്പോൾ സ്റ്റെപ്പ് കയറി ഇറങ്ങുമ്പോൾ പതുക്കെ ഇങ്ങനെ ഒന്ന് ഓടി നടക്കണ പോലെ ഓടി ചാടി ഇറങ്ങുക. പോലെ തന്നെ എനിക്കറിയാം മുട്ടുവേദനയുള്ളവർക്കൊക്കെ അത് ബുദ്ധിമുട്ടാണെന്നുള്ളത്. പക്ഷേ നമ്മൾ അത് ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങൾ, നല്ല രക്തയോട്ടം കിട്ടും. അപ്പോൾ അതുകൊണ്ട് പല അസുഖങ്ങളിൽ നിന്ന് നമുക്ക് മാറ്റം കിട്ടും. നമുക്ക് ഈ ബ്ലഡ് പ്രഷറിൻ്റെ മാത്രമല്ല, ഹാർട്ടിനും ഒരുപാട് നല്ലതാണ്, അതുപോലെ ബ്രെയിനും ഒരുപാട് നല്ലതാണ്. അപ്പോൾ അത് എക്സസൈസ് ചെയ്യാൻ ശീലമാക്കുക. ഒന്ന്, ഒരുപാട് നടക്കുകയൊന്നും വേണ്ട, ഒരു അരമണിക്കൂർ നടന്നാലും മതി. പക്ഷെ അത് നല്ല ഒരു സ്പീഡിൽ നടക്കുക, ജോഗിങ് ടൈപ്പ് എന്ന് പറയില്ലേ, ഒന്ന് പതുക്കുക എന്നുള്ളതിന് പകരം ഇത്തിരി ഒന്ന് ഓടി നടക്കുക. അല്ലെങ്കിൽ ജിമ്മിലൊക്കെ പോകണവരാണെങ്കിൽ കാർഡിയാക് എക്സസൈസ് ഉണ്ടാവും അല്ലേ, സൈക്ലിങ് അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് കുറച്ച് കൂടുതൽ ചെയ്യുക, ഫാസ്റ്റായിട്ട് ചെയ്യുക, അതൊക്കെ ചെയ്യുക. ഒന്ന്. രണ്ടാമത്തെ കാര്യം, വെള്ളം നല്ല പോലെ കുടിക്കുക. ശരീരത്തിലെ രക്തയോട്ടം നല്ല പോലെ നിയന്ത്രിക്കാൻ നമുക്ക് വെള്ളത്തിന് ഒരുപാട് കഴിയും. അപ്പോൾ അത് നല്ലപോലെ എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുണ്ട്, 8 ഗ്ലാസ്സെങ്കിലും ഒരു ദിവസം മിനിമം വെള്ളം കുടിക്കണം എന്നുള്ളത്. അപ്പോൾ അത് ഒരു ആവറേജ് മനുഷ്യന് അത്രയാണ് വേണ്ടത്. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഭക്ഷണം നിയന്ത്രിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കണ്ടിട്ടുണ്ട് പലരും പറയുന്നത് ഉപ്പിടാതെ ഒക്കെയാണ് കഴിക്കുന്നത്, ഉപ്പ് കുറയ്ക്കും. അത് കഴിഞ്ഞ് ഉണക്കമീനും അച്ചാറും അതുപോലെ ഡ്രൈഡ് ആയിട്ടുള്ള, ഇപ്പോൾ പ്രത്യേകിച്ചും കള്ളു കുടിക്കുന്നവരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലേ, പിന്നെ നട്ട്സൊക്കെ തിന്നും. പക്ഷെ അതൊക്കെ നട്ട്സൊക്കെ ഈ പറഞ്ഞ ഉപ്പും മുളകും ഒക്കെ ഇട്ടുള്ള അല്ലേ, റോസ്റ്റഡ് ആയിട്ടുള്ളത് ഉപ്പൊക്കെ ഇട്ടിട്ടുള്ളതല്ലേ. അതൊന്നും അല്ലാതെ സാധാരണ നട്ട്സ് കഴിക്കുന്നത് കുഴപ്പമൊന്നുമില്ല. വാൽനട്ട് അല്ലെങ്കിൽ ആപ്രിക്കോട്ട്, ഏത്തപ്പഴം ഒരുപാട് നല്ലതാണ് നമുക്ക് ശരീരത്തിന്. പൊട്ടാസ്യം ഏറ്റവും കൂടുതലുള്ള ഫുഡാണ് ഏത്തപ്പഴം. അതുപോലെ തന്നെ ബനാന, ലീഫി വെജിറ്റബിൾസ് ആയിട്ടുള്ള പാലക്ക് ഞങ്ങളവിടെ കിട്ടും. ഇവിടെ പാലക്ക് കിട്ടുമെന്ന് എനിക്കറിയില്ല. പാലക്ക് അല്ലെങ്കിൽ തന്നെ സ്പിനാച്ച് എന്ന് പറയും. അതല്ലെങ്കിൽ ചീര, ഏതെങ്കിലും ചീര ഇലക്കറികളൊക്കെ നല്ലതാണ്. അതേപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സ് നല്ലതാണ്. ഈ റോസ്റ്റഡ് ഉപ്പിട്ട് അധികം ഇതാക്കാത്തതായിട്ടുള്ള കാഷ്യൂ നട്ടൊക്കെ കിട്ടുമല്ലോ, അതൊക്കെ നല്ലത് തന്നെയാണ്. പിന്നെ കിസ്മിസ്, ഉണക്കമുന്തിരി, അത് നല്ലതാണ്. പിന്നെ ഫ്ലാക്സ് സീഡ് ഒരുപാട് നല്ലതാണ്. അതുപോലെ തന്നെ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, കുറച്ച് പൊട്ടാസ്യം കൂടുതലുള്ള റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ നമുക്ക് കഴിക്കാം. അധികം ഗ്ലൈസമിക് ഇൻഡെക്സ് ഇല്ലാത്തത് നോക്കിയിട്ട് തിരഞ്ഞെടുത്ത് കഴിക്കാം. ഫ്ലാക്സ് സീഡ് ഒരുപാട് നല്ലതാണ്, അത് ആഹാരത്തിൽ ശീലമാക്കാൻ നല്ലത്. പിന്നെ ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഈ റെഡ് മീറ്റ് ഒബ്വിയസ്ലി നല്ലതല്ല. അതുപോലെ തന്നെ അച്ചാർ ഒരുപാട് കഴിക്കുന്നത് നല്ലതല്ല. ഉണക്കമീൻ, പപ്പടം വറുത്ത് കഴിക്കാൻ പിന്നെയും കുഴപ്പമില്ല, ചുട്ട് കഴിക്കുന്നത് ഒരുപാട് ഇതാണ് BPക്ക്. പക്ഷേ അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് ലോ BP ആണെങ്കിൽ ഈ പറഞ്ഞതൊക്കെ ശീലിക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ നല്ലതായിട്ട് വല്ലാതെ ലോ പ്രഷറാണ്, നമുക്ക് തലകറങ്ങണ പോലെയൊക്കെ തോന്നുകയാണെങ്കിൽ പെട്ടെന്ന് കുറച്ച് നല്ല ഉപ്പിട്ടിട്ട് നാരങ്ങ വെള്ളം ഉണ്ടാക്കി കൊടുക്കുക. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ചുട്ട പപ്പടം, അതുപോലെ തന്നെ അച്ചാർ, അങ്ങനെ ഉണക്കമീൻ, അതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ലോ BP ഉള്ളവർക്ക് അത് നോർമൽ ആയിക്കോളും. ഈ ഹൈനെ കുറച്ച് കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ട്.
ഏറ്റവും ബെസ്റ്റ് ഒരു ഒറ്റമൂലി ഞാൻ പറഞ്ഞുതരാം. നമുക്ക് എല്ലാവർക്കും നാട്ടിൽ അവൈലബിൾ. അന്ന് ഞാൻ പറഞ്ഞ ഫുഡ് കൺട്രോളിൻ്റെ കാര്യം. അടുത്തത് നമ്മളുടെ കുമ്പളങ്ങ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. കാക്കടി, ക്യുക്കുംബറൊക്കെ നല്ലതാണ്. കാരണം അതിനൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഫൈബർ കണ്ടന്റ് ഉള്ളതാണല്ലോ. അതുപോലെ ഫ്രൂട്ട്സ്, ഞാൻ ഫ്രൂട്ട്സിൻ്റെ ഒരു ഗൂഗിളിൽ നിന്ന് എടുത്തിട്ട് ഞാൻ എടുത്തുതരാം. ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതൊന്നുമല്ല. അതിൻ്റെ ഇത് ഇട്ട് തരാം ഞാൻ. നമുക്കൊരു ബാലൻസ്ഡ് ആയിട്ട്. അതുപോലെ നോർമലി ബി പിക്ക് മാത്രമല്ല, എല്ലാ ഒരുവിധ അസുഖങ്ങൾക്കും നമ്മൾ ഒരുപാട് ചോറ് കഴിച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ കളഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ബാലൻസ്ഡ്, ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത്, അല്ല ഇപ്പോഴും ഞാനത് ഫോളോ ചെയ്യുന്നുണ്ട് ഡയറ്റ്. പിന്നെ നമുക്കൊരു ഇത്ര ചോറേ തരുള്ളൂ. ചോറ് ഒരു 4/1 ചോറും ബാക്കി 3 തരങ്ങൾ എന്ന് പറയുമ്പോൾ കറികൾ വെച്ച് കഴിഞ്ഞാൽ സാമ്പാർ അങ്ങനെയുള്ളതൊക്കെ കഴിക്കാം. തൈര് നല്ലതാണ്. അതിൻ്റെ പുറമെ നമുക്ക് തരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കായ മെഴുക്ക് പുരട്ടി, അല്ലെങ്കിൽ പപ്പായ, ഉമക്കായ മെഴുക്ക് പുരട്ടി, അങ്ങനെ അല്ലെങ്കിൽ ക്യാബേജ് അങ്ങനെയൊക്കെയുള്ള മെഴുക്ക് പുരട്ടികൾ നല്ലതാണ്. പച്ചക്കറി, അതുപോലെ ഒരു ലീഫി വെജിറ്റബിൾ എന്തെങ്കിലും കാണും. ചീരയോ അല്ലെങ്കിൽ മുരിങ്ങലയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണും. അങ്ങനെയാണ് നമ്മൾക്ക്. അതുപോലെ സീരിയൽസ് ഒരുപാട് നല്ലതാണ്. ഈ സ്പ്രൗട്ട് നല്ലതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ബാലൻസ്ഡ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ ഒരുവിധ അസുഖങ്ങളൊക്കെ നമുക്ക് മാറ്റി നിർത്താം. അല്ല ആപ്പിൾ കൊണ്ട് മാത്രം ഡോക്ടർ അവയാവില്ല. ഇതിന് ഒറ്റമൂലി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഭയങ്കരമായിട്ട് നമുക്ക് ബി പി കൂടിയിരിക്കണമെങ്കിൽ ഓടിപ്പോയൊരു ഗുളിക കഴിക്കുന്നേക്കാളും ബെസ്റ്റ് വേ എന്ന് ഞാൻ പറഞ്ഞുതരാം. മെഡിസിൻ തന്നെ വേണമെങ്കിൽ പറയാം. മുരിങ്ങല അത് നല്ലപോലെ തിളപ്പിച്ചിട്ട് ഒരു 1.5 ഗ്ലാസ് വെള്ളത്തിൽ അതിട്ട് തിളപ്പിച്ചിട്ട് ഒരു ഗ്ലാസ് ആക്കി അത് കഴിച്ചു കഴിഞ്ഞാൽ ടപ്പാന്ന് പറയുമ്പോഴേക്കും നമുക്ക് ബി പി നോർമലാവും. പിന്നെ ആഴ്ചയിൽ 2-3 ദിവസം മുരിങ്ങയില ശീലാക്കുക. അതുപോലെ ഫ്ലാക്സ് സീഡും നല്ലതാണ്. നമുക്കത് ശീലാക്കിയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നൊന്നും മുരിങ്ങയില ജ്യൂസ് കഴിക്കേണ്ട. കാരണം ഒരാഴ്ചയ്ക്ക് മാക്സിമം കഴിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ പിന്നെ ലോ ആയി പോവും. അപ്പോൾ ഇതൊരാഴ്ച കണ്ടിന്യൂ ചെയ്ത് കുടിച്ച് നോക്കി കഴിഞ്ഞാൽ വെറും വയറ്റിലാണെങ്കിൽ ഏറെ നല്ലത്. കഴിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ബി പി എത്ര ഹൈ ബി പി ആണെങ്കിലും നോർമലാവും. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ബി പി ഒക്കെ കൂടുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പിരിമുറുക്കാണല്ലേ, ടെൻഷൻ. എന്ത് എടുത്താലും ടെൻഷനാണ്. നമുക്ക് ദേഷ്യം വരും പെട്ടെന്ന്, അങ്ങനെ ഒരു ഇറിറ്റേറ്റ് ആവുക പെട്ടെന്ന്. അങ്ങനെയൊക്കെ ആകുമ്പോൾ കഴിഞ്ഞാൽ അത് ബി പി ഉണ്ടെന്ന് തന്നെ അർത്ഥം. നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല ഒരു കാര്യം എന്താണെന്നറിയോ? ആയാലും സങ്കടമായാലും അത് അന്ന് തന്നെ തീർക്കാൻ നോക്കുക. നാളത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാതിരിക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദൈവവിശ്വാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഈശ്വരവിശ്വാസം ഉള്ളവർക്കാണെങ്കിൽ ഏറ്റവും നല്ലത് പ്രാർത്ഥന തന്നെയാണ്. പ്രാർത്ഥിക്കുക, അമ്പലത്തിൽ പോവുക, പള്ളിയിൽ പോവുക, ഏതാണെങ്കിലും അത് നമ്മളെ വിശ്വാസം അനുസരിച്ച് ചെയ്യാം. മൂവി കാണാം, പാട്ട് കേൾക്കാം, അല്ലേ, വിളിക്കാം, സംസാരിക്കാം, പോയി കാണാം. നമുക്ക് നടക്കാൻ പറ്റാവുന്ന ആളുകളാണെങ്കിൽ ഒന്ന് പോയി മറ്റുള്ളവരെ കാണാം. അല്ലാതെ നമുക്ക് എന്താ പറയുക, അസുഖമുള്ള വല്ലവരുണ്ടെങ്കിൽ അവരെ പോയി കാണാം. ഹോസ്പിറ്റലിൽ ഉള്ളവർക്ക് എടുക്കേണ്ട അവരെ പോയി കാണാം. ഇനി ഒന്നുമില്ല, ആർക്കും വയ്യായിക്കും കുഴപ്പമൊന്നുമില്ല, നല്ല കാര്യം. അപ്പോൾ ഏതെങ്കിലും നല്ലൊരു ഫ്രണ്ട്സ് അല്ലെങ്കിൽ റിലേറ്റീവ്സ് ആരെങ്കിലും ഒക്കെ ഉണ്ടാവില്ല, നമ്മളോട് നമുക്കും അടുപ്പമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഒന്ന് വിസിറ്റ് ചെയ്യുക. കൊച്ചു കുട്ടികളുടെ കൂടെ കളിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നമുക്ക് ഡീസ്ട്രെസ് ആവാൻ ഏറ്റവും നല്ല ഒരിതാണ്. അപ്പോൾ അങ്ങനെ എന്താ നിങ്ങളുടെ ഇതനുസരിച്ച്, ഇപ്പോൾ എൻ്റെ അടുത്ത് കുട്ടികളൊക്കെ ഉള്ള കാരണം നമുക്ക് എൻ്റെ തറവാട്ടിൽ പോയി കഴിഞ്ഞാൽ അനന്തരവൻ്റെ കുട്ടിയുണ്ട്. അതിനെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ദൈവത്തെ കാണുന്നതിനൊക്കെ ഇഷ്ടമാണ് അതിനെ കാണുന്നത്. കാരണം അമ്പലത്തിൽ പോകുന്നതിനേക്കാൾ അവൻ്റെ കൂടെ ഒരു 5 മിനിറ്റ് ചിലവായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഐ ആം റിഫ്രഷ്. അപ്പോൾ അതുപോലെ നിങ്ങൾക്കും അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണുമല്ലോ. അപ്പോൾ കുട്ടികളുടെ അടുത്ത് സമയം ചെലവഴിക്കുന്ന നേരം നല്ലതാണ്. അമ്പലത്തിലും പള്ളിയിലും പോകാൻ താല്പര്യമുള്ളവർക്ക് അതും ചെയ്യാം. അപ്പോൾ അങ്ങനെ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നമുക്കൊരു നല്ല ഇത് കണ്ടുവയ്ക്കുക. പോസിറ്റീവ് എനർജി എവിടെ നിന്നാണ് കിട്ടുന്നത് എന്നുള്ളത്. നല്ലത് മാത്രം ചിന്തിക്കുക. പോസിറ്റീവായിട്ടിരിക്കുക. എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുക. എന്ത് വന്നാലും നമ്മൾ ഏതിലും നെഗറ്റീവും പോസിറ്റീവും ഉണ്ടാവില്ലേ. നെഗറ്റീവ് അങ്ങോട്ട് മാറ്റി നിർത്തുക. നമുക്കൊരു 50-50 ഉണ്ടെങ്കിൽ തന്നെ പോസിറ്റീവിനെ മാത്രം സെലക്ട് ചെയ്യുക. ഫ്രണ്ട്സ് ആണെങ്കിലും അല്ലെങ്കിൽ ഇൻസിഡൻസ് ആണെങ്കിലും എന്താണെങ്കിലും. അപ്പോൾ തന്നെ പകുതി അസുഖങ്ങൾ മാറി നിൽക്കും. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.